ഹായ് മക്കളെ, എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1-ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പച്ചക്കറി തോണി എന്ന പാഠഭാഗത്തിലെ അടുത്തൊരു ഭാഗമാണ് കേട്ടോ എടുക്കുന്നത്. പാഠഭാഗത്തിന്റെ പേരെന്താ? ബൈ ബൈ കുറോ, ബൈ ബൈ ഡ്രോൺ. ഒരു ചിത്രം കാണുന്നുണ്ടല്ലേ മക്കളെ? എന്താണ് ചിത്രത്തിൽ കാണുന്നത്? കുറച്ച് കുട്ടികളുണ്ട്. അവരുടെ കൂടെ ആരാ നിൽക്കുന്നത്? ഒരു റോബോട്ട് ഉണ്ട് അല്ലേ? അപ്പൊ ഒരു റോബോട്ടിന്റെ കഥയാണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ പറയുന്നത്. വായിച്ചു നോക്കിയാലോ. റോഡിന്റെ വശം ചേർന്ന് ഒരു കുട്ടി റോബോട്ട് നടന്നു വരുന്നു. കുറെ കുട്ടികൾ കുട്ടി റോബോട്ടിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നു. കുട്ടികൾ: നിന്റെ പേരെന്താണ്? കുട്ടി റോബോട്ട്: കുറോ. കുട്ടികൾ: കൊള്ളാം, നല്ല പേര്. നീ കളിക്കാൻ കൂടുന്നോ? കുറോ: ഞാൻ റെഡി. കുറേയും കുട്ടികളും പന്ത് കളിക്കുന്നു. അങ്ങനെ ഈ റോബോട്ടിന്റെ അടുത്തേക്ക് കുട്ടികൾ വന്നിട്ട് ചോദിക്കല്ലേ നിന്റെ പേരെന്താണെന്ന് പറയുമ്പോൾ റോബോട്ട് എന്താ പറയുന്നത്? കുറോ എന്നാണെന്ന്. അപ്പൊ കുട്ടികൾ പറയാണ്, നല്ല പേരാണ്, നീ ഞങ്ങളുടെ കൂടെ കളിക്കാൻ കൂടുന്നോന്ന് ചോദിക്കാണ്. അങ്ങനെ റോബോട്ട് അവരുടെ കൂടെ കളിക്കാന്ന് പറയാണ്. ഈ കഥയുടെ ബാക്കി കുറച്ച് നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ. അവിടെ മക്കള് പൂരിപ്പിച്ച് എഴുതേണ്ടതാണ്. അപ്പം അവിടെ എന്തായിരിക്കും ഇനി പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്? കഥയുടെ ബാക്കി എന്തായിരിക്കും? എഴുതി നോക്കിയാലോ. നേരം സന്ധ്യയായപ്പോൾ കുട്ടികൾ അവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. കുറോ മരച്ചുവെട്ടിൽ തനിച്ചായി. പെട്ടെന്ന് അവിടേക്ക് കുറെ നായകൾ വന്നു. അവർ കുറോയെ നോക്കി കുരക്കാൻ തുടങ്ങി. കുറോ പേടിച്ചു പോയി. കുറോ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല, നമുക്ക് കൂട്ടുകാരായാലോ? നായക്കുട്ടികൾ സമ്മതിച്ചു. അങ്ങനെ അവർ കൂട്ടുകാരായി കളി തുടങ്ങി. കുറോ പറഞ്ഞു, ഇവിടെ കൃഷികളൊന്നും ചെയ്യാറില്ലേ? ആകെ ഉണങ്ങി വരണ്ടു കിടക്കുകയാണല്ലോ. നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്കിവിടെ കൃഷി ചെയ്താലോ? നായകൾ പറഞ്ഞു, ശരിയാ, ഞങ്ങൾക്ക് ശരിക്ക് ഭക്ഷണം ഒന്നും കിട്ടാറില്ല. ഇവിടെ കൃഷി ഇറക്കിയാൽ അതിൽ നിന്നും ഞങ്ങൾക്കും കഴിക്കാലോ. ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ കുറോ ചോദിച്ചു, പക്ഷേ കൃഷി ഇറക്കാൻ നമ്മൾക്ക് എവിടുന്നാ വിത്ത് കിട്ടുക? അതിലൊരു നായ്ക്കുട്ടൻ പറഞ്ഞു, ഞാൻ ശേഖരിച്ചു വെച്ച വിത്തുണ്ട്, അതെടുത്തു കൊണ്ടുവരാം. പക്ഷെ എന്റെ വീട് കുറച്ച് ദൂരെയാണ്, എങ്ങനെ കൊണ്ടുവരും വിത്ത്? കുറോ പറഞ്ഞു, അതിന് വിഷമിക്കണ്ട, എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ കൊണ്ടുവരും. അങ്ങനെ കുറോയുടെ കൂട്ടുകാരൻ ഡ്രോൺ അവിടേക്ക് പറന്നു വന്നു. നായ്ക്കുട്ടിയെയും കൂട്ടി ഡ്രോൺ ഒരു സഞ്ചി നിറയെ നെൽവിത്തുമായി തിരിച്ചെത്തി. കണ്ടോ മക്കളെ, ഡ്രോണ് പറന്നു വരുന്നതും നായ്ക്കുട്ടിയെ കുട്ടി വിത്തൊക്കെ തിരിച്ചെടുക്കുന്നതും. അങ്ങനെ പിന്നെ എന്തുണ്ടായി? അങ്ങനെ മണ്ണ് മാന്തി യന്ത്രം കൊണ്ടുവന്ന് അവർ നിലമെല്ലാം നന്നായി നിരപ്പാക്കി. ട്രാക്ടർ ഉപയോഗിച്ച് നിലം ഉഴുതുമറിച്ചു, വിത്ത് വിതച്ചു. നായ്ക്കുട്ടികളും കുറോയും ചേർന്ന് നന്നായി നനച്ചു കൊടുത്തു. നല്ല വിളവ് കിട്ടാൻ വേണ്ടി അവർ നല്ല ജൈവവളം ഇട്ടുകൊടുത്തു. കീടങ്ങൾ വന്ന് കൃഷി നശിപ്പിക്കാതിരിക്കാനായി കീടനാശിനികളും തളിച്ചു കൊടുത്തു. അങ്ങനെ നെല്ല് മുളച്ച് തഴച്ചു വളർന്നു. കണ്ടോ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? മണ്ണ് മാന്തി യന്ത്രം ഉണ്ട്, ട്രാക്ടർ ഉണ്ട്, പിന്നെന്താ റോബോ എന്താ ചെയ്യുന്നത്? കുറോ എന്താ ചെയ്യുന്നത്? നമ്മുടെ കീടനാശിനിയൊക്കെ തളിച്ചു കൊടുക്കുകയാണ് അല്ലേ, കീടങ്ങൾ വരാതിരിക്കാന്. തൊട്ടടുത്ത് തന്നെ വളമുണ്ട്, ഒക്കെ ഉണ്ടല്ലേ. ഇനി നോക്കൂ, നാളുകൾക്ക് ശേഷം വിളഞ്ഞു കിടക്കുന്ന പാടത്തിന്റെ കരയിൽ ഡ്രോണും കുറോയും നായക്കുട്ടികളും സംസാരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ വന്നു. കുട്ടികൾ: ഹായ് കുറോ, സുഖമാണോ? കുറോ: ഹായ് സ്നേഹിതരെ, നിങ്ങൾക്കും? അവിടെ എന്താ നമ്മൾ എത്തിച്ചേർക്കേണ്ടത്? നിങ്ങൾക്കും സുഖമാണോ? അപ്പോൾ കുട്ടികള്: എന്തിനാ കുറോ ഞങ്ങളെ വിളിച്ചത്? കുറോ: ദേ കണ്ടോ, ഞങ്ങൾ കൃഷി ചെയ്തതായത്. കുട്ടികൾ: നല്ല വിളവുണ്ടല്ലോ. കുറോ പറഞ്ഞു, ഈ വിളവെല്ലാം നിങ്ങൾക്ക് തരാനാ ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ഒരു കാര്യം. കുട്ടികൾ: എന്താ കുറോ? ഡ്രോണ് പറഞ്ഞപ്പോ വിളവ് എല്ലാവരും തുല്യമായി ഭാഗിച്ചെടുക്കണം. അപ്പോൾ എന്താ കുറോ പറഞ്ഞത്? ഈ നായകൾക്ക് എന്നും ഭക്ഷണം കൊടുക്കണം. കുട്ടികൾ പറഞ്ഞു, സമ്മതം. കുറോ: ബൈ ബൈ. നായകൾ: ബൈ ബൈ കുറോ, ബൈ ബൈ ഡ്രോൺ. അപ്പൊ ഇത്രയാണ് നമ്മുടെ കഥ അല്ലേ? കഥയിൽ എന്താണ്? ഒരു റോബോട്ട് ഉണ്ട് അല്ലെ, റോബോട്ടിന്റെ പേര് കുറോ. കുട്ടികളായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ്? നായ്ക്കൾ വന്ന് നായ്ക്കളുമായിട്ട് കൂട്ടുകൂടി. അങ്ങനെ അവര് കൃഷി ഇറക്കി, നെല്ല് വിതച്ചു അല്ലെ, നെല്ല് വിതച്ചു, നെല്ല് മുളച്ചു. അങ്ങനെ എന്താണ്? കൃഷി വിളവെടുത്തിട്ട് അവര് എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചെടുത്തു. അങ്ങനെയാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. എങ്ങനെയുണ്ട് മക്കളെ കഥ? മക്കൾക്ക് ഇഷ്ടമായോ കഥ? നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ. അടുത്ത പ്രവർത്തനം എന്താണ്? ഡ്രോണിനൊരു കത്ത് അല്ലെ. അപ്പൊ നമ്മുടെ ഡ്രോണിന് ഒരു കത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കത്തിൽ ചോദിക്കേണ്ടത്? ആ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരു കത്ത് എഴുതണം. എഴുതി നോക്കിയാലോ. പ്രിയപ്പെട്ട ഡ്രോൺ, എന്തൊക്കെയുണ്ട് വിശേഷം? നിനക്ക് സുഖമാണെന്ന് കരുതുന്നു.
കുറോ എന്തു പറയുന്നു? അവനും സുഖം തന്നെയല്ലേ? നിങ്ങൾ രണ്ടുപേരെയും പിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഇനി എന്നാണ് ഇങ്ങോട്ട് വരുന്നത്? ഞങ്ങൾക്ക് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ വിളവ് ഞങ്ങൾ തുല്യമായി ഭാഗിച്ചെടുത്തിട്ടുണ്ട്. നായക്കുട്ടികൾക്ക് എന്നും ഭക്ഷണം കൊടുക്കാറുമുണ്ട്. നായക്കുട്ടികൾ എപ്പോഴും നിങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. പെട്ടെന്ന് തന്നെ തിരിച്ചു വരണേ, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കും എന്ന് സ്വന്തം കൂട്ടുകാർ. അപ്പൊ ഇത്രയാണ് മക്കളെ നമ്മുടെ പച്ചക്കറി തോണി എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളും അതിലെ പാഠഭാഗങ്ങളും ഒക്കെ കേട്ടോ. അപ്പൊ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത യൂണിറ്റ് ആണ് എടുക്കുക. അപ്പൊ ഈ ഒരു പാഠഭാഗങ്ങളെല്ലാതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാ മക്കളും നന്നായിട്ട് വായിച്ചു നോക്കുക, അതിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയിടും കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും ഗുഡ് ബൈ.